ഇത് നമ്മളെ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ ഒരു വാതൊക്കെ, അതായത് ഓണൊക്കെ അടിക്കില്ലെങ്കിൽ ആ ചേട്ടനെ കൊണ്ട് പോയി നീ സൈഡ്. താങ്ക് യു. ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തില്ല, വാല വാല ബ്ലോക്ക് ആയതിട്ടുണ്ട്. ചേട്ടാ ബാബാ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ സുഹൃത്തുക്കളെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഒരു റാൻഡം വ്ലോഗാണ്. ഇപ്പം നമ്മൾ വീടിൻ്റെ മുന്നിൽ ഒരു അപകടം ഉണ്ടായൊരു കാറും പിന്നെ ഒരു പിക്കപ്പ് കൂടെ കൂട്ടിയിടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി വന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി കൊണ്ടുപോയി. ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇതൊക്കെ കൂട്ടി ചോറടിക്കാം. ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ ഒരു വാതൊക്കെ, അതായത് ഈ പിക്കപ്പ് ഇറങ്ങുന്നത് കാണാത്ത കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറിയാണ് ഈ വണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ഷനിൽ നിന്ന് നേരെ കിടന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വന്ന പിക്കപ്പുകാരൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയതാണ്. ചെറുതായിട്ടൊരു 2 സെക്കൻഡത്തേക്കൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ആ മയങ്ങിപ്പോയ ഇതിൽ പുള്ളി ആക്സിലേറ്റർ കൊടുത്ത് സംഭവം കയ്യിൽ നിന്ന് പോയി. നേരെ വന്ന് വണ്ടി ഇടിച്ച് ഈ കടയുടെ ഒരു സൈഡിൽ തൂണും കളഞ്ഞ് പിടിച്ചങ്ങാത്തോട്ടം കയറി. പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ കാണാനായിട്ട് പോകണം. എല്ലാവരും ഇന്ന് വൈകുന്നേരം കാണാനാണ് പറയുന്നത്. നല്ല മഴയും വരുന്നുണ്ട്, കണ്ടോ? മഴ മൂടിയിരിക്കുന്നുണ്ടോ? മഴ പെയ്താലെല്ലാം കുളമാവും. എന്തെങ്കിലുമൊക്കെ ആട്ടെ, നമുക്ക് പോവാം. മഴ കാരണം ഇന്നലെ ഒന്നും നടന്നില്ല. ഇതിപ്പോൾ അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് ഉച്ച ഒരു 3 മണി ടൈമൊക്കെ ആയി. ഇപ്പം നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ കാണാൻ മാത്രമല്ല പോകുന്നത്, നമ്മൾ പടക്കള സിനിമ കാണാനും കാണാൻ പോകുന്നത്. നമ്മൾ ബെന്ന് സാറിൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ബെന്ന്, അവനെ വിളിക്കാനായിട്ട് വീടിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ആശാനാണെങ്കിൽ ഫോണും ഇല്ല, ഒന്നുമില്ല. അവിടെ ശരി ആശാനെ വിളിക്കാൻ നമ്മൾ ആശാൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. ഉണ്ടോ വെയിറ്റിംഗ് അവിടെ? ആശാൻ വരട്ടെ, നീ ബാ. ഇതാണ് ഗൈസ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ബിൻ ജെയിംസ്. നമുക്ക് 6 മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ അങ്ങ് പോയേക്കാം, സമയമില്ല. ഇവിടെ ഇറങ്ങിക്കോ, ഷോർട്ട് കട്ടാണ് ഗൈസ്. ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ മെയിൻ റോഡിലോട്ട് പെട്ടെന്ന് വരും. ബ്രേക്കൊക്കെ പിടിക്കണേ, പിന്നെ ബാക്ക് ബ്രേക്ക് ഇച്ചിരി കുറവാണ്. എന്നായാലും ആ ഓണൊക്കെ അടിക്കില്ലെങ്കിൽ ആ ചേട്ടനെ കൊണ്ട് പോയി നീ മാറിക്കോന്ന് പറഞ്ഞു. സൈഡ്. താങ്ക് യു. നമ്മളിത് നേരെ ഇപ്പം മെയിൻ റോഡിലോട്ട് വരും. ഓ എജാതി വ്യൂ ആണെന്ന് വെച്ചോണേ. അവിടെ നിന്ന് വിടുന്നതെല്ലാം തുരുതുരാ വണ്ടി. അപ്പോട്ടെ BMW വരുന്നുണ്ട്. നൈസ്. നമ്മൾ കാണാത്ത വണ്ടിയൊന്നും അല്ലല്ലോ. ഏത് അവിടെ മൊത്തം കല്ല് കിടക്കുന്നു. തിരക്ക് കുറവല്ലേ ഇന്ന് മുണ്ടക്കയത്ത്? തിരക്കാവുന്ന സമയമാവുന്നേ ഉള്ളൂ. സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്കാവുകയായിരിക്കും. ഇതുണ്ട് ഗൈസ്, ബാർ. ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തില്ല, വാല വാല ബ്ലോക്ക് ആയതിട്ടുണ്ട്. എച്ചാതി നാക്ക എൻ്റെ നോക്കിക്കോട്ടെ. അപ്പൊ ഞാനേ വീട്ടിൽ വന്നപ്പോൾ നീ എന്തോ RD സിനിമാസിലാണ് സുഹൃത്തുക്കളെ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. തുടരും കാണാൻ വന്ന തിയേറ്റർ തന്നെ, നമ്മളെടുത്തുള്ള തിയേറ്റർ അതാ. എവിടെയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യടേ. ഇത് വഴിവാ 4 ടിക്കറ്റ് എടുത്താൽ പോരെ. ഈ പുള്ളി നമ്മുടെ മുണ്ടക്കകത്തുള്ള പുള്ളിയായിരുന്നു, തുടരത്തിനകത്ത് അഭിനയിച്ച്. നല്ല തിരക്കുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു, ഇപ്പോൾ പോയി എടുക്കാം. ടിക്കറ്റ് കിട്ടി. പടക്കത്തിനൊക്കെ നല്ല ഐഡിയ. ഇപ്പൊ തീർന്നു പോകാറ്. ആൽബി ഇനി എപ്പോ വരാനാണ്? വിദൂരതയിൽ നോ വരുന്നുണ്ടോ? ആൽബിയ നമ്മുടെ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃത്യനിഷ്ഠയല്ലേ. 6 മണിയായപ്പോ അവന്റെ പേര് പറയണ്ട, കേട്ടത്തില്ല. സിനിമ കണ്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ അമ്മമാരെയൊക്കെ പരിചയപ്പെടുത്തണമെന്ന്. പക്ഷേ രാത്രി സമയം ഇപ്പൊ തന്നെ 9 മണിയായി. അപ്പോൾ എല്ലാവരും പോകാനുള്ള തിരക്കിൽ അങ്ങ് പോയി. ഇപ്പോൾ ആകെ നമുക്ക് നമ്മളിവിടെ ബെന്ന് മാത്രമേ ഉള്ളൂ കേസ്. എടാ എങ്ങനെ ഉണ്ടാ പടം? കണ്ടാടാ പടം നല്ല കിടില. ഇവൻ പഠിക്കുന്ന കോളേജിൽ ഷൂട്ട് ചെയ്ത പടമാണ് അത്. മറ്റേ അമൽ ജ്യോതിയിൽ ഷൂട്ട് ചെയ്തതാ സംഭവം. അടിപൊളി ഒരു ഫൺ വാച്ച് സിനിമയായിരുന്നു മൊത്തത്തിൽ.
അതെ, നല്ല പടമായിരുന്നു. അത് ചിരിച്ചിരി പരുവായി അതിനകത്ത് ഇരുന്നിട്ട്. അപ്പൊ ഈ രാത്രി നമ്മൾ ഇവിടെ നിർത്തോട്ടെ, നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, ടാറ്റ ബൈ ബൈ. പാതിര പൂവൻ ഫുഡ് കഫേ ചായ കുടിക്കാൻ വന്ന കേസ്. ചായ കടുംചായ. നീ എന്തു നോക്കുന്നേ? നീ അതിന്റെ ഭംഗി നോക്കാതെ കുടിക്കി. കസ്റ്റമർ രാജാവാണ്, രാജാവ് കടം പറയരുത്. നോക്കി വെച്ചേക്കും. ജാതി. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇന്നലെ രാത്രി സിനിമ കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഇന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടെന്നറിയോ? അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴയാണെന്നുള്ള കാര്യം അറിയാം. സ്ഥിരവും മഴ കാണത്തില്ലെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നാണ്ട മഴയാ. എന്താ മഴ പയ്യെ പെയ്യാൻ തുടങ്ങി. എന്തോ ചെയ്യാനാന്ന് നോക്കിക്കോട്ടെ. നമ്മുടെ പ്ലാൻ മൊത്തം ഭലേ ബേഷായി കുളമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വ്ലോഗ് ഇടുന്നത് 2 ദിവസം ഇടവിട്ടാണ്. പക്ഷെ ഞാൻ ഷോർട്സ് കണ്ടത് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഷോർട്സ് ഒക്കെ കാണുന്നിട്ട് കാണുക കേട്ടോ. നമ്മളിനി വെറൈറ്റി സാധനങ്ങളൊക്കെ ഇടണം. ഒന്നും നോക്കണ്ട, ഡീലാക്കും നമ്മൾ കൂട്ടുന്നത്. ഈ മഴ ഇനി എപ്പോൾ കഴിയോ ആവും. ഒരു ചായ കിട്ടുക പഠിക്കുന്നത്. ഒരു ചായ ഇടാൻ പോയാലും ബാബാ. സ്റ്റീൽ ഗ്ലാസ്സിൽ അങ്ങോട്ട് കുടിച്ചാൽ അതിൻ്റെതായ ഒരു ഇത് വരുന്നുണ്ട്. മഴയും ചായ നല്ല പിന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ 3 ദിവസം നടന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കണ്ണിലൊന്നും കിട്ടിയില്ല, മഴയായിരുന്നു. 100 എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വിട്ട് 5 മണിക്കാണ്.